നമുക്കിടയിൽ ശത്രുതയുണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് പറയരുത്, മറച്ചു വെച്ചു. അത്രയും സൂക്ഷ്മതയോടുകൂടിയാണ് യാക്കൂബ് നബി മക്കളെ വളർത്തിയത്. എന്നിട്ട് പോലും എന്റെ പ്രിയപ്പെട്ടവർ, എപ്പോഴും നമ്മൾ പറയും അവനെ കണ്ടുപഠിക്കുക, ഇവനെ കണ്ടുപഠിക്കുക, അവളെ നോക്ക്, അങ്ങനെ നോക്ക്, ഇങ്ങനെ നോക്ക്. ഇങ്ങനെയല്ല മക്കളെ സ്നേഹിക്കേണ്ടത്. അള്ളാഹു സ്നേഹിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹു മക്കളെ മനസ്സിലാക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. ഏറ്റവും നല്ലവനെ നന്നാക്കുമ്പോഴല്ല, ഏറ്റവും മോശമായവനെ നന്നാക്കുമ്പോഴാ വാപ്പയാകുന്നത്. എഴുതി തെള്ളലല്ലടോ, കൊള്ളത്തില്ല എന്ന് പറഞ്ഞ് എഴുതി തള്ളലല്ല. എടാ, ഈ നല്ലവനെ നന്നാക്കാൻ ഒരുപാട് കഷ്ടപ്പെടണ്ട. ഈ ഏറ്റവും മോശമായവനെയാണ് നമ്മൾ നന്നാക്കിയെടുക്കേണ്ടത്. അവനെയാ ശ്രദ്ധിക്കേണ്ടത്, അവനെയാണ് പരിഗണിക്കേണ്ടത്. മൂത്തവൻ കൊള്ളത്തിൽ എന്ന് പറഞ്ഞ് അവൻ എഴുതി അങ്ങ് തെള്ളും. പിന്നെ അവൻ തലതിരിഞ്ഞു പോകും. കള്ളുകുടിക്കനും കഞ്ചാവും കൊട്ടേഷൻ സംഘവുമായിട്ട് അവൻ നടക്കും. അവനെ നശിപ്പിക്കുന്ന നമ്മൾ തന്നെയാ. അതുകൊണ്ട് യാക്കൂബ് നബി അലൈഹിസ്സലാം പറയുന്നു, തന്റെ പൊന്നാര മക്കൾക്കിടയിൽ വേർതിരിവ് കാണിക്കാത്ത രീതിയിൽ എല്ലാവരെയും നല്ല രീതിയിൽ വളർത്തി. അങ്ങനെ വളർത്തണം, ഒരു വാപ്പ അങ്ങനെ ആയിരിക്കണമെന്ന് യാക്കൂബ് നബിയുടെ ചരിത്രം നമുക്ക് പഠിപ്പിച്ചു തരികയാ. അള്ളാഹു നമ്മുടെ മക്കളോട് നീതി പുലർത്താൻ അള്ളാഹു നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹു നീതി പുലർത്താൻ ഭാഗ്യം തരുമാറാകട്ടെ.